നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളിന്നൊരു സമ്മാനം മേടിക്കാനാണ് പോകുന്നത്. ആ സമ്മാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ യൂട്യൂബുകാർ തന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായത്തോടു കൂടിയാണ് തന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ മുൻവശമാണ്. ഇത്രയും നാൾ നിങ്ങൾ അടുക്കള വശമാണ് കണ്ടത്. പക്ഷെ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ മുൻവശമൊക്കെ. ഇത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര വലിയ വീടൊന്നും അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആരെയും ഇത് കാണിക്കാത്തത്. നമ്മൾ ചെറിയ വീടാണ്. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ചെറിയ വീടുമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീടിന്റെ മുൻവശത്താണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ യാത്ര പോകാൻ വേണ്ടി നിൽക്കുവാണ്. യാത്ര എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പ്ലേ ബട്ടൺ മേടിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയാം, നിങ്ങളെല്ലാം തന്ന സഹായത്തിനും നിങ്ങളുടെ സപ്പോർട്ടിനും ഒക്കെ ഭയങ്കര ഒരു നന്ദി പറയുകയാണ്. അതൊരിക്കലും മറക്കാനാവാത്തൊരു ഇതാണ്. എനിക്ക് ഇത്രയും പ്രായമായി എന്നെ നിങ്ങളെല്ലാരും സഹായിച്ചാൽ നിങ്ങളോട് ഒരിക്കൽ കൂടി എന്റെ നന്ദി പറയുകയാണ്. നമ്മുടെ വീഡിയോ കണ്ടതിലൂടെ സബ്സ്ക്രൈബ് ചെയ്തതിലൂടെ ഒക്കെ ശരിക്കും നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയത്. പ്ലേ ബട്ടൺ വാങ്ങിക്കാൻ പോകുന്നത് കാണിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമ്മ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലായിരുന്നു. അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന സന്ദർഭമൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു സന്ദർഭത്തില് അമ്മ ഉണ്ടാക്കണം. സത്യം പറയാൻ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ആൾക്കാർ കാണുമെന്നോ, അമ്മയുടെ വീഡിയോയെ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് വരുമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടല്ല. പക്ഷേങ്കിൽ നമ്മൾ വീഡിയോസ് ഇട്ടു, നിങ്ങൾ എല്ലാവരും കണ്ടു, സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ അതിലൂടെ നമുക്കുണ്ടായ ഗുണം നമ്മൾ ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അമ്മ ഇങ്ങനെ വെറുതെ സുഖമില്ലാണ്ട് ഇങ്ങനെ ഇരുന്നിരുന്ന അമ്മയ്ക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ടെൻഷൻ അല്ലേ ഒക്കെ ആയിരുന്നു അമ്മയ്ക്ക്. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം, തൊട്ടടുത്ത അയൽവക്കങ്ങളൊന്നും നമുക്കില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെട്ട പോലത്തെ സ്ഥലത്താണ് താമസിക്കുന്നത്. പിന്നെ നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയ്ക്കൊന്നും നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്, നമുക്ക് വഴിയില്ലാത്തതുകൊണ്ടൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാനോ ഒന്നും പറ്റത്തില്ലാത്തപ്പോ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ ഡെസ്പായിട്ട് അല്ലെ സങ്കടപ്പെട്ടിരുന്ന സമയത്താണ് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് അമ്മയുടെ വീഡിയോ യൂട്യൂബിൽ ഇടണമെന്നോ അല്ലെങ്കിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല, നമുക്ക് കാണാൻ വേണ്ടി. സത്യം പറഞ്ഞ അമ്മ ഭക്ഷണം ഉണ്ടാക്കാതിരുന്നപ്പോഴും അമ്മയ്ക്ക് ഒന്നും ഒരു ചായ പോലും വെക്കാൻ പറ്റായിരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട് കേട്ടോ, ഈ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇനി എങ്ങനെ കഴിക്കും? അപ്പൊ കഴിക്കാൻ കാരണം ഒന്നും അമ്മ ചെയ്യത്തില്ല കേട്ടോ. ഉള്ള കാര്യം പറയാലോ, ഉള്ള കാര്യം പറയാം. പലരും ഞാനിപ്പോ ജീവനോടെ ഇരിപ്പുണ്ട്, 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ അവസ്ഥ എന്നാന്ന് അറിയത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഒരു അവസ്ഥയിലായിരുന്നു അമ്മയ്ക്ക് ഒരു ചായ പോലും വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട്, ദൈവം അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ, അമ്മ ഉണ്ടാക്കുന്ന അവിയൽ, അമ്മ ഉണ്ടാക്കുന്ന പായസം, അമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറി, അമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിക്കാൻ എനിക്ക് സത്യം പറയാലോ ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് മനസ്സിലായിട്ടുള്ള എപ്പോഴാണെന്ന് അറിയാം, നമ്മൾ ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞ് ഈ ചാനലിന്റെ ഓരോ വീഡിയോസിന്റെ അടിയിൽ വരുന്ന കമന്റ്സ്, സ്നേഹത്തോടെ ആളുകൾ ഇരുന്ന കുറെ കമന്റ്സ് ഉണ്ട്. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മേനെ ഓർമ്മ വരുവാണ്, ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി തന്ന രുചികൾ ഞങ്ങൾക്ക് ഓർമ്മ വരുവാണ് എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ അമ്മ ജീവനോട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും ഞാനൊരു കാര്യം പറയാം, സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മമാര് നമ്മുടെ കൂടെ ഇല്ലാതെ ആവുന്ന സമയത്താണ് നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന ആ സാമ്പാറും അല്ലെ ആ ചമ്മന്തിയും ആ ചോറും ഒക്കെ കൂട്ടി നമ്മളൊന്ന് കഴിക്കണം എന്ന് ആഗ്രഹിക്കണം. അപ്പൊ അതുകൊണ്ട് എന്റെ സെൽഫിഷ് ആയിട്ടാണെന്ന് അറിയാൻ പാടില്ല, ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി വന്ന സമയത്ത് കുറച്ചൊക്കെ വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒന്ന് കാണാം, നമുക്ക് തന്നെ കാണാലോ എന്നുള്ളത് കൊണ്ടാണ് സത്യം പറയാൻ നമ്മൾ വീഡിയോ എടുത്തത്. അതോടൊപ്പം തന്നെ അമ്മയ്ക്കാണെങ്കിലും അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് അമ്മയ്ക്ക് കാണാലോ, നമ്മൾ ടിവിയിലൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കാണുകയൊക്കെ ചെയ്യും കേട്ടോ. ഉള്ള കാര്യം ഞങ്ങളുടെ തന്നെ വീഡിയോസ് ഞങ്ങൾ ടിവിയിലിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്കതൊരു സന്തോഷമല്ലേ, നമ്മൾ ഒന്നിച്ചുള്ള മൊമെന്റ്സ് ഒക്കെ. പിന്നെ ചിലര് പറയും നമ്മളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സംസാരിക്കുന്നത് നമുക്ക് ഇപ്പൊ ഞാൻ അമ്മയോട് സംസാരിക്കുന്നത് എനിക്ക് നാളെയും കാണാൻ പാടില്ലേ. ഞാനില്ലെങ്കിൽ അമ്മയ്ക്ക് കാണാം, അമ്മയില്ലെങ്കിൽ എനിക്ക് കാണാം അല്ലെ. അങ്ങനെ ഷോതൊക്കെ പറയണ്ട, ഇത് മനുഷ്യന്റെ കാര്യമാണ്, മനുഷ്യ സഹജമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ വീഡിയോസ് എടുത്തത്. അതുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട് ഒരാൾ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും പറയും. അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അല്ലേ, സന്തോഷാണ്. അപ്പൊ ആ സന്തോഷത്തിലൂടെ നിങ്ങൾ തന്ന സന്തോഷം വാങ്ങിക്കാനാണ് നമ്മൾ പോണേ അല്ലെ. അപ്പൊ ആ പ്ലേ ബട്ടൺ വാങ്ങിക്കാൻ പോകുന്നത് നമുക്ക് അങ്ങനെ 110K സബ്സ്ക്രൈബേഴ്സ്, അതായത് 1,10,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിട്ടുണ്ട്. വലിയ സന്തോഷം അല്ലേ മേ, വലിയ സന്തോഷമുണ്ട്. അത് തന്നെ. അപ്പൊ അത് ഞങ്ങൾ നമ്മുടെ കൊറിയർ ഓഫീസിലാണ് വന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പ്ലേ ബട്ടൺ കിട്ടുന്നതിന്റെ അകത്തൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമുക്ക് 1,00,000 ആൾക്കാരായതിനു ശേഷം നമുക്ക് പ്ലേ ബട്ടൺ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആർക്കും പ്ലേ ബട്ടൺ കിട്ടത്തില്ല. അപ്പൊ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ അതിന് ചില നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ, അതിലൂടെ നമ്മൾ പോയാൽ മാത്രമേ നമ്മൾ പ്ലേ ബട്ടൺ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ നമുക്കറിയാം ഒത്തിരി ചാനലുകളുണ്ട്, ഒത്തിരി അധികം സബ്സ്ക്രൈബേഴ്സ്, ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുണ്ട്. പക്ഷെ അവർക്ക് പ്ലേ ബട്ടൺ ഇല്ലാത്തവരുണ്ട്, ഈ പ്ലേ ബട്ടൺ കിട്ടാത്തവരുണ്ട്. അപ്പൊ നമുക്ക് 1,00,000 കഴിഞ്ഞു എന്ന് വിചാരിച്ച് പ്ലേ ബട്ടൺ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഞങ്ങൾ പറയാട്ടോ. കാരണം നമ്മൾ ഈ ഒരു
എന്നാ പറയുക, ഈ ഒരു ജേണിയിലൂടെ ഇങ്ങനെ വന്നപ്പോൾ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ ഞാൻ ഈ പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യാൻ നേരം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്തിട്ട് നമ്മളത് റിജക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്ലേ ബട്ടൺ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത്. നമ്മൾ പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ 4 പ്രാവശ്യം ഇത് റിജക്ഷൻ ആയി പോയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് ഇനി ഒരിക്കലും കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ചു. ഈ ഒരു റിജക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്കും ചിലപ്പോൾ വരാം. അപ്പൊ അത് എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിത് പ്ലേ ബട്ടൺ വാങ്ങിക്കാൻ പോകുന്നത് പ്ലേ ബട്ടന്റെ അൺബോക്സിങ്ങും കൂടെയൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഇപ്പൊ യാത്രയാവുകയാണ്. ഞങ്ങൾ പ്ലേ ബട്ടൺ വാങ്ങിക്കാനായിട്ട് പോവാട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ എന്തായാലും പ്ലേ ബട്ടൺ ഒക്കെ നമ്മൾ കൊറിയർ ഓഫീസിൽ വന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഏത് അഡ്രസ്സാണ് കൊടുക്കുന്ന ആ അഡ്രസ്സിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പോ പിറവത്തു നിന്നാണ് നമ്മുടെ പ്ലേ ബട്ടൺ വാങ്ങിച്ചിട്ടുള്ളത്. റിട്ടേൺ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും പ്ലേ ബട്ടൺ കിട്ടത്തില്ല. പിന്നെ കിട്ടണമെങ്കിൽ നമ്മളത് ക്യാഷ് പേ ചെയ്ത് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയും അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ഈ സാധനം നമ്മുടെ കയ്യിൽ എത്തത്തുള്ളൂ. അങ്ങനെ നമ്മൾ പ്ലേ ബട്ടൺ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ ആദ്യമായിട്ടൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചൊന്നും നോക്കിയില്ല. അപ്പൊ നിങ്ങൾ തന്നൊരു സമ്മാനമാണ്. അപ്പൊ നിങ്ങളെ വേണമല്ലോ ആദ്യം കാണിക്കാൻ. അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ നമ്മൾ പൊട്ടിച്ച് നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ കവർ തുറക്കുമ്പോ തന്നെ നോക്കി നല്ലൊരു കവറിങ്, ഒരു സ്പോഞ്ച് ഉണ്ട് അല്ലെ, സ്പോഞ്ചിന്റെ പോലത്തെ ഒരു കവറിങ് ഉണ്ട്. അതിനുശേഷം പിന്നെ നോക്കി ഇതൊരു കാർഡ് ഉണ്ട് കേട്ടോ. നമുക്കൊരു സർട്ടിഫിക്കറ്റ്, ഇത് നമുക്ക് യൂട്യൂബിൽ നിന്നേക്കണ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും പ്ലേ ബട്ടൺ തന്നെ കാണാം അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഇങ്ങനെ കാണാവേ നമുക്ക്. നോക്കൂ, അടിപൊളി അല്ലേ, കണ്ടോ? അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. ദീപനാളം വില്ലേജ് കുക്കിംഗ് ചാനൽ ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അവസാനം നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കവറിനകത്ത് കാണാം. അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ അങ്ങനെ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് സന്തോഷം. അമ്മയ്ക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ട് എന്നാ തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നി. എന്നാലും ഇത്രയും പ്രായമായപ്പോ ഒരു സമ്മാനം കിട്ടിയെന്ന് പറയുമ്പോഴേ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന സമ്മാനമാണ് തുടങ്ങിയപ്പോഴേ. അത് എത്ര പേര് കൂടി തന്ന സമ്മാനാണ് അല്ലേ? ഏത് രാജ്യത്തോന്ന് ഏത് രാജ്യത്തു നിന്ന് വന്നു. അത് മാത്രല്ല, നമുക്ക് അമ്മയ്ക്ക് സമ്മാനം ഒന്നും കിട്ടാറില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ സമ്മാനം തന്നത് 1 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ചേർന്നാണ് ഈ സമ്മാനം നൽകിയത് അല്ലേ? അത് തന്നെ, ഒരാള് സമ്മാനം തന്നെ എത്രയോ വലുതാണ് അല്ലേ? 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഒന്നിച്ചു ചേർന്ന് നമുക്ക് ഒരു സമ്മാനം കിട്ടിയതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും പ്രായമായി എനിക്ക് ഇപ്പോഴായിരിക്കും എനിക്ക് ഭാഗ്യം വന്നാൽ 1 ലക്ഷത്തിപ്പരം ആളുകൾ എന്നെ സപ്പോർട്ട് ആരുമില്ലാതിരുന്നായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എന്റെ ചാനൽ കാണുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും പ്രായമായി എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സ്വന്തം ബന്ധമെന്ന് പറയാനൊന്നും അങ്ങനെ ആരും ഇല്ലാത്തതായിരുന്നു. അപ്പൊ എനിക്കിപ്പോ ഇഷ്ടം പോലെ സ്വന്തക്കാരും എന്റെ രോഗങ്ങൾ തിരക്കാനും ഞാൻ എന്നെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് ആളുകൾ എന്നെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് പ്രകാരമാണ് എനിക്ക് ഇന്ന് കിട്ടിയത്, നിങ്ങളുടെ സഹായത്തിലാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി പറയുന്നുണ്ട്. അപ്പൊ വേറൊരു കാര്യം കൂടെ, നമ്മുടെ പ്ലേ ബട്ടൺ ഇപ്പൊ എല്ലാവരും കണ്ടു. പക്ഷേങ്കിൽ നമ്മുടെ കൂടെയുള്ളതിൽ ഒത്തിരി ആൾക്കാർ ഇതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ പ്ലേ ബട്ടൺ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മള് പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, ചെറിയ ചില മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടത്തില്ല. അതേ പറഞ്ഞ് നമ്മുടെ അമ്മയുടെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 4 പ്രാവശ്യം നമ്മുടെ ചെറിയ കംപ്ലൈന്റ് നമുക്ക് വന്നായിരുന്നു. നമ്മൾ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്തതും. അപ്പൊ അതൊക്കെ നമ്മൾ കുറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് അല്ലെ, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വലിയ എന്താ പറയാൻ വാക്കില്ല അല്ലേ, അത്രയധികം സന്തോഷമുണ്ട് എല്ലാവരോടും, സ്നേഹമുണ്ട് എല്ലാവരോടും. അപ്പൊ എല്ലാവർക്കും ഈ പ്ലേ ബട്ടൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ സമർപ്പിക്കുകയാണ് ഞങ്ങള്.